ഇപ്പോൾ കേരളത്തിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ 2000 രൂപയാണ് ലഭിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ഇത് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. കേരളത്തിൽ ഏകദേശം 62 ലക്ഷം പേരാണ് ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത്. ഇതുകൊണ്ട് ഒരു കുടുംബത്തിന് എന്തു ഗുണം കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ മാസം 1000 രൂപ കിട്ടുന്ന വീട്ടിൽ അധികം 1000 രൂപ കൂടി വരും. അതായത് വർഷം 16,800 രൂപ വരെ അധികമായിട്ട് ലഭിക്കുന്നു. ഇത് 5 വർഷം കൊണ്ട് നോക്കുകയാണെങ്കിൽ 84,000 രൂപയാണ്. ഒരു വയസ്സായ അമ്മയ്ക്ക് മരുന്നിനും ഭക്ഷണത്തിന് ഇത് വലിയൊരു ആശ്വാസമാകും. ഇതിന് സർക്കാരിന് വർഷം 12 കോടി രൂപയിലധികം വേണം. UDF പറയുന്നത് നികുതി വെട്ടിപ്പ് തടഞ്ഞും സർക്കാർ ദൂർത്ത് കുറച്ചും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതം വാങ്ങിയും ഈ പണം കണ്ടെത്തുമെന്നാണ്. ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവർക്ക് പ്രത്യേകം അപേക്ഷ കൊടുക്കേണ്ടതില്ല. 6 മാസത്തിനുള്ളിൽ ഓട്ടോമാറ്റിക്കായി തുക 3000 രൂപ ആകുമെന്നാണ് വാഗ്ദാനം. ഇനി അടുത്തത്, കേരളത്തിലെ 1.7 കോടി സ്ത്രീകൾക്ക് പ്രായഭേദമില്ലാതെ KSRTCയുടെ ഓർഡിനറി ഫാസ്റ്റ് സിറ്റി ബസ്സുകളിൽ ടിക്കറ്റ് വേണ്ട. ഡൽഹി, കർണാടക, തമിഴ്നാട് മോഡലിലാണ് ഇത് നടപ്പിലാക്കുക. ഇനി എങ്ങനെ യാത്ര ചെയ്യാം? എല്ലാ സ്ത്രീകൾക്കും ഒരു പിങ്ക് സ്മാർട്ട് കാർഡ് സൗജന്യമായിട്ട് നൽകും. ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രത്തിൽ ചെന്നാൽ മതി. ബസ്സിൽ കയറുമ്പോൾ ഈ കാർഡ് കണ്ടക്ടറെ കാണിച്ചാൽ ടിക്കറ്റ് എടുക്കേണ്ടതില്ല. AC, വോൾവോ, സ്കാനിയ, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. ദിവസവും ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് മാസം ശരാശരി 1000 മുതൽ 2000 രൂപ വരെ ലാഭിക്കാനായിട്ട് സാധിക്കും. തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന സ്ത്രീക്ക് വർഷം 12,000 രൂപയിലധികം ലാഭം ലഭിക്കും. കൂടുതൽ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ ഇതൊരു പ്രോത്സാഹനം നൽകും എന്നതാണ് UDFന്റെ വാദം. ഈ പദ്ധതിക്ക് സർക്കാരിന് വർഷം 1200 കോടി രൂപ ചെലവ് വരും. ഇപ്പോൾ നിലവിലുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഒരു കുടുംബത്തിന് വർഷം 5 ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം. UDF ഇത് 25 ലക്ഷം രൂപയായി ഉയർത്തും. APL, BPL വ്യത്യാസമില്ലാതെ കേരളത്തിൽ 88 ലക്ഷം കുടുംബങ്ങൾക്കും ഇതിന്റെ ഗുണം ലഭിക്കും. ഇനി എന്തൊക്കെ ചികിത്സ കിട്ടും? ക്യാൻസർ, ഹൃദയ ശസ്ത്രക്രിയ, കിഡ്നി മാറ്റിവെക്കൽ, ലിവർ ട്രാൻസ്പ്ലാന്റ്, വലിയ അപകടങ്ങളുടെ ചികിത്സ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് പുറമെ സർക്കാർ തിരഞ്ഞെടുക്കുന്ന സ്വകാര്യ ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കും. ഉദാഹരണത്തിന്, ഒരു സാധാരണ കുടുംബത്തിൽ ഒരാൾക്ക് ഹൃദയ ശസ്ത്രക്രിയ വേണം. 8 ലക്ഷം രൂപ ചെലവ് വരും. ഈ ഒരു ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ആ കുടുംബം 1 രൂപ പോലും മുടക്കേണ്ടി വരില്ല. റേഷൻ കാർഡും ആധാർ കാർഡുമാണ് ഇതിനുള്ള രേഖ. പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഈ പദ്ധതിക്കായി സർക്കാർ വർഷം 5000 കോടി രൂപ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രീമിയമായിട്ട് നൽകുന്നു. ഇനി അടുത്തത്, 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ 5 ലക്ഷം രൂപ വരെ വായ്പ നൽകും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 1 രൂപ പോലും പലിശയില്ല എന്നതാണ്. ഇനി നിബന്ധനകൾ എന്തൊക്കെയെന്ന് നോക്കാം. 10ാം ക്ലാസ് പാസ്സായാൽ മതി. ഡിഗ്രി നിർബന്ധമില്ല. നിങ്ങൾക്ക് വ്യക്തമായ ഒരു ബിസിനസ് പ്ലാൻ വേണം. ഒരു സർക്കാർ ജീവനക്കാരന്റെ ജാമ്യമോ അല്ലെങ്കിൽ വസ്തു ജാമ്യമോ നൽകേണ്ടതായിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്ക് 20 പേരടങ്ങുന്ന ഗ്രൂപ്പായി എടുക്കാനായിട്ടും ഗ്രൂപ്പ് ജാമ്യം ആവശ്യമാണ്. ഇനി തിരിച്ചടവ് എങ്ങനെയെന്ന് നോക്കാം. ആദ്യത്തെ 6 മാസം ഒന്നും അടയ്ക്കേണ്ടതില്ല. അതിനുശേഷം 54 മാസം കൊണ്ട്, അതായത് 1.5 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. 5 ലക്ഷം ലോൺ എടുത്താൽ മാസം 9,259 രൂപ അടച്ചാൽ മതി. ബാങ്കിൽ നിന്ന് 12% പലിശയ്ക്ക് ലോൺ എടുത്താൽ മാസം 6,600 രൂപ പലിശ മാത്രം അടയ്ക്കണം. ഇവിടെ ആ ബാധ്യതയില്ല. 5 വർഷം കൊണ്ട് 2 ലക്ഷം പുതിയ സംരംഭകരെ ഉണ്ടാക്കുന്നതാണ് UDFന്റെ ലക്ഷ്യം. ഇനി അടുത്തത്, ഡിഗ്രി, ഡിപ്ലോമ, ITI, പോളിടെക്നിക് തുടങ്ങിയ കോഴ്സുകൾ പഠിക്കുന്ന 18 മുതൽ 25 വയസ്സ് വരെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും മാസം 1000 രൂപ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകും. എന്തിനാണ് ഈ പദ്ധതി? കേരളത്തിലെ പല പെൺകുട്ടികളും ബസ് കൂലി, പുസ്തകം വാങ്ങാൻ കാശില്ല, ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പഠനം പാതിവഴി നിർത്തുന്നതുണ്ട്. മാസം 1000 രൂപ കിട്ടിയാൽ ഈ ചെറിയ ചിലവുകൾക്ക് അത് ഉപയോഗിക്കാം. കോളേജിൽ 75% ഹാജരുണ്ടായിരിക്കണമെന്നതാണ് ഇതിലെ നിബന്ധന. കേരളത്തിൽ ഏകദേശം 8 ലക്ഷം പെൺകുട്ടികൾക്ക് ഇതിന്റെ ഗുണം കിട്ടും. സർക്കാരിന് വർഷം 960 കോടി രൂപയാണ് ഇതിനായി ചെലവ് വരുന്നത്. പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ലക്ഷ്യം. അടുത്തത്, ആരോഗ്യ മേഖലയിലെ മറ്റു പ്രധാന വാഗ്ദാനങ്ങൾ നോക്കാം. ഡയാലിസിസ് സൗജന്യമാണ്. BPL കുടുംബങ്ങളിലെ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് പൂർണ്ണമായി സൗജന്യമാക്കും. ഇപ്പോൾ ഒരു തവണ ഡയാലിസിസ് ചെയ്യാൻ 1200 രൂപയാകും. ആഴ്ചയിൽ 3 തവണ വേണം. അതായത് മാസം 14,400 രൂപ. ഈ പദ്ധതി വന്നാൽ ഈ തുക മുഴുവൻ ലാഭിക്കാനായിട്ട് സാധിക്കും. ഇനി ബില്ലില്ല ആശുപത്രിയാണ്. പോണ്ടിച്ചേരിയിലെ ജിപ്മർ ആശുപത്രി മാതൃകയിൽ തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ പൂർണ്ണമായി സൗജന്യമാക്കും. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുമ്പോൾ ബില്ലടയ്ക്കാതെ പോകാനായിട്ട് കഴിയും. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന ഒരു രോഗിയും നിലത്ത് കിടത്താൻ പാടില്ല. ബെഡ് കൊടുക്കേണ്ടത് രോഗിയുടെ അവകാശമാക്കും. ഇത് ലംഘിച്ചാൽ ആശുപത്രി സൂപ്രണ്ടിനെതിരെ നടപടി ഉണ്ടാകും. ഇതിനായി 50,000 പുതിയ ബെഡുകൾ വാങ്ങും.
അടുത്തത് മൊബൈൽ കീമോതെറാപ്പിയാണ്. ഒരു വലിയ ബസ്സിനുള്ളിൽ കീമോതെറാപ്പി സംവിധാനം ഒരുക്കും. ഈ ബസ് ഗ്രാമങ്ങളിലേക്ക് പോയി ക്യാൻസർ രോഗികൾക്ക് അവിടെ വെച്ച് തന്നെ കീമോ നൽകും. രോഗികൾക്ക് ദൂരെയുള്ള ആശുപത്രികൾ പോകേണ്ടതായിട്ട് വരില്ല. അടുത്തത് കൃഷി മത്സ്യബന്ധനവും സംബന്ധിച്ചിട്ടുള്ളതാണ്. റബ്ബറിന് 300 രൂപ തറവില. ഇപ്പോൾ റബ്ബറിന് കിലോയ്ക്ക് 170 രൂപയാണ് കിട്ടുന്നത്. UDF ഇത് 300 രൂപയാക്കും. കിലോയ്ക്ക് 130 രൂപ ലാഭം ലഭിക്കുന്നു. കേരളത്തിലെ 12 ലക്ഷം റബ്ബർ കർഷകർക്ക് ഇത് വലിയ ആശ്വാസമാകും. സിയാൽ മാതൃകയിൽ കർഷകരുടെ തന്നെ ഒരു കമ്പനി ഉണ്ടാക്കി റബ്ബറിന്റെ വില കർഷകർ തന്നെ നിയന്ത്രിക്കുന്ന സംവിധാനം കൊണ്ടുവരും. ഇതുകൂടാതെ നെല്ലിന് 35 രൂപ, നെല്ലിന്റെ താങ്ങുവില 28.20 രൂപയിൽ നിന്ന് 35 രൂപയാക്കും. ഏറ്റവും പ്രധാനം, നെല്ല് സംഭരിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ പണം കർഷകന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. ഇപ്പോഴത്തെ പോലെ സപ്ലൈകോയിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരില്ല. ഇനി പ്രത്യേക കാർഷിക ബഡ്ജറ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ കൃഷിക്ക് മാതൃകയായി പ്രത്യേക ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. എല്ലാ വർഷവും ഫെബ്രുവരി 1 ഇത് അവതരിപ്പിക്കും. ഇനി ഫിഷറീസ് സബ്പ്ലാൻ ആണ്. സംസ്ഥാന ബഡ്ജറ്റിന്റെ 3% മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് മാത്രമായിട്ട് മാറ്റിവെക്കും. മിഷൻ സമുദ്ര എന്ന പേരിൽ 600 കിലോമീറ്റർ തീരവും 44 നദികളും ബന്ധിപ്പിച്ച ഒരു വലിയ ബ്ലൂ എക്കണോമിക് പദ്ധതി നടപ്പിലാക്കും. ഇനി തൊഴിലിലും വേതനത്തിലും വന്ന മാറ്റങ്ങൾ നോക്കാം. ആശാ വർക്കർമാരുടെ വേതനം 700 രൂപയാക്കും. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് ദിവസം 266 രൂപയാണ് കിട്ടുന്നത്. UDF ഇത് 700 രൂപയാക്കി വർദ്ധിപ്പിക്കും. അതായത് മാസം 21,000 രൂപ. കേരളത്തിലെ 26,000 ആശാ വർക്കർമാർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. ഇനി ശിവശ്രീ പദ്ധതിയാണ്. കുടുംബശ്രീയുടെ മാതൃകയിൽ യുവാക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതി. 18 മുതൽ 40 വയസ്സ് വരെയുള്ള 20 യുവാക്കൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ 5 ലക്ഷം രൂപ വരെ ലോൺ നൽകും. സ്വന്തമായി ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇത് സഹായിക്കുന്നു. അടുത്തത് ജോബ് വാച്ച് ടവർ ആണ്. അതായത് jobwatch.kerala.government.in എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. കേരളത്തിലെ എല്ലാ സർക്കാർ, സ്വകാര്യ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ ഈ ഒരു വെബ്സൈറ്റിൽ ലഭ്യമാകും. UDF സർക്കാരിന്റെ 2026 പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാന വാഗ്ദാനമാണ് എല്ലാ ക്ഷേമ പെൻഷനുകൾക്കും 3000 രൂപ ആക്കുമെന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷനും ഇതിൽ ഉൾപ്പെടുന്നു. അതായത് ഇപ്പോൾ 1000 രൂപ കിട്ടുന്ന ഒരു സ്ത്രീക്ക് ഇനി മുതൽ 3000 രൂപ ലഭിക്കും. മാസം 2000 രൂപ അധികമായിട്ട് ലഭിക്കുന്നു. ഇതുകൊണ്ട് എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. 1000 രൂപ കൊണ്ട് ഒരു മാസത്തെ മരുന്നും ചെറിയ പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങാൻ തികയില്ലായിരുന്നു. 3000 രൂപയാകുമ്പോൾ മരുന്ന്, ഭക്ഷണം, കറണ്ട് ബിൽ, കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്ക് കുറച്ച് തുക എന്നിവയ്ക്ക് ഉപയോഗിക്കാം. വർഷത്തിൽ 16,800 രൂപ അധികം ലഭിക്കും. 5 വർഷം കൊണ്ട് 84,000 രൂപയാകുന്നു. UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ബഡ്ജറ്റിൽ തന്നെ ഇതിനുള്ള പണം മാറ്റിവെക്കുമെന്നതാണ് പ്രഖ്യാപനം. പഴയ നിബന്ധനകളിൽ UDF സർക്കാർ 2 വലിയ ഇളവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഇളവ് പ്രായപരിധിയാണ്. നേരത്തെ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ അത് 45 വയസ്സായി കുറച്ചു. അതായത് 45 വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്കും ഇനി അപേക്ഷിക്കാം. രണ്ടാമത്തെ ഇളവ് വരുമാന പരിധിയാണ്. നേരത്തെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണമെന്നായിരുന്നു. UDF ഇത് 2 ലക്ഷം രൂപയെ ഉയർത്തി. അതായത് നിങ്ങളുടെ വീട്ടിൽ ആകെ വരുമാനം 2 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പെൻഷൻ അപേക്ഷിക്കാം. ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട്സ് ഉണ്ടാവും, ഈ പദ്ധതിയിലേക്കുള്ള പണം എവിടെ നിന്ന് വരും? ഈ പദ്ധതികൾക്കെല്ലാം കൂടി സർക്കാരിന് വർഷം ഏകദേശം 50,000 കോടി രൂപ അധികം വേണം. ഇത് വലിയൊരു തുകയാണ്. പറയുന്ന വരുമാന മാർഗങ്ങളൊന്ന് GST, മദ്യനികുതി, ലോട്ടറി നികുതി എന്നിവ കൃത്യമായി പിരിച്ചാൽ 15,000 കോടിയിൽ കൂടുതൽ കിട്ടും. 2, സർക്കാരിന്റെ അനാവശ്യ ചെലവുകളും ധൂർത്തും നിർത്തിയാൽ 5,000 കോടി ലഭിക്കാം. 3, കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിന് കിട്ടാനുള്ള GST വിഹിതവും മറ്റ് ഗ്രാന്റുകളുമായി 20,000 കോടി വാങ്ങിയെടുക്കാം. ഇനി നാലാമത്തത് KIIFB മാതൃകയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് 10,000 കോടി കടമെടുക്കും. പ്രകടന പത്രിക ഒരു വാഗ്ദാനം മാത്രമാണ്. ഇത് നടപ്പാക്കാൻ ഓരോ വർഷത്തെ ബഡ്ജറ്റിലും ഈ പദ്ധതികൾക്കായി പണം മാറ്റിവെക്കണം. അതുകൊണ്ട് തന്നെ ഈ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പൊതുജനങ്ങൾ തുടർച്ചയായി നിരീക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഇനിയും ഇതുപോലെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരാം. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.